ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ. പനീറും ഗ്രീൻ പീസും നമ്മുടെ ബീൻസും ഒക്കെ കൂടി ചേർന്ന ഒരു അടിപൊളി ബിരിയാണി, ദമ്മിടാതെ ഒരു ദം ബിരിയാണി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കറി സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ വെജിറ്റബിളും ഒക്കെ കൂടി ചേർന്നൊരു സൂപ്പർ ആയിട്ടുള്ളൊരു റെസിപ്പി കണ്ടു നോക്കൂ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് നന്നായി ഒന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നവർക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായി ചുവക്കണം. ചുവന്ന് വരുമ്പോൾ 1 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് ഗോൾഡൻ കളർ ആവുന്നവരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. ഒനിയൻ നന്നായി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നത് 1 വലിയ കപ്പ് ടൊമാറ്റോ പ്യൂരി. ജസ്റ്റ് 2 വലിയ ടൊമാറ്റോനെ എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. ഇത് കുറുകുന്നവരെ ഇങ്ങനെ വെക്കാൻ നമുക്ക്. പച്ചമണമൊക്കെ മാറി നമ്മുടെ ടൊമാറ്റോ നല്ലവണ്ണം കുറുകണം. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല തിക്ക് പേസ്റ്റായി മാറിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ആണ്. ചില്ലി പൗഡർ വേണ്ടവർക്ക് അതിടാം. 1 ടീസ്പൂൺ നോർത്ത് ഇന്ത്യൻ ബിരിയാണി മസാലയാണ് ഇട്ടത്. അതില്ല എങ്കിൽ നിങ്ങൾക്ക് പനീർ ബട്ടർ മസാലയുടെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതിനെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വരുമ്പോൾ ഒരു ചെറിയ കപ്പ്, ഒരു 10 കാഷ്യൂവിന് ഞാൻ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ്. അത് ലേശം തൈര് വേണ്ട, അത് അരയാൻ മാത്രമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കാഷ്യൂനട്ടിന്റെ കൂടെ അരയ്ക്കാം. ഇപ്പം ഇതാ നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീൻസും ഗ്രീൻ പീസും ആണ് ഇട്ട് കൊടുത്തത്. 1 കപ്പ് പനീർ, 200 ഗ്രാം പനീറാണ്. ഇത് ഞാൻ ടോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു ചേർത്തിട്ടുണ്ട്. ഇതാ ക്രീമിന്റെ വെള്ളം ആയതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് കുക്കാവട്ടെ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ തൂവി കൊടുക്കാം കേട്ടോ. ഇത് കറിയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചപ്പാത്തിക്ക് വേണമെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കറി കൂടി ആയിരിക്കും. ഇപ്പം ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ബട്ടറൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് പനീർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടും ഇടാം കേട്ടോ. ഇപ്പം ഇതാ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ്, കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ്. എപ്പോഴും ബിരിയാണിക്ക് റൈസ് വേവിക്കുമ്പോൾ നമ്മൾ വേവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ അതിനെ വാർക്കാൻ നോക്കണം. ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വേവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇനി കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടി മുകളിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറിന്റെ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിന് പകരം ഗീ വേണമെങ്കിൽ ഗീയും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നാരങ്ങ നീരും കൂടി മുകളിലോടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ കുങ്കുമപ്പൂ എടുത്തിട്ട് സാഫ്രന്റെ വാട്ടറാണ് ചേർത്തി കൊടുക്കുന്നത്. അതും കൂടിയിട്ട് ഞാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചിരുന്നു. അടി പിടിക്കാതെ മാത്രം നോക്കണം. അതിനാണ് അടിയിലത്തെ കറിയിൽ ഗ്രേവി കുറച്ചുള്ളത് കേട്ടോ. അപ്പോഴാണ് അത് നന്നായി വേവുക. ആ ഗ്രേവിയിൽ തന്നെയാണ് വെജിറ്റബിൾ വേവേണ്ടത്. ഇതിന് വെജിറ്റബിൾ വേവ് വയ്ക്കുമ്പോഴും ഒരുപാട് വെന്ത് കുഴയാത്ത വെജിറ്റബിൾ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി സൂപ്പറായി റെഡി ഉണ്ട്. ദം ഇല്ലാതെ തന്നെ ഒരു ദം ബിരിയാണി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇതിലേക്ക് പാത്രത്തിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. കണ്ടോ, നല്ലൊരു കളറും ആ ബിരിയാണി നമ്മുടെ പനീറിലേക്കും വെജിറ്റബിളിലേക്കും ഒക്കെ ആവശ്യത്തിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി തന്നെയാണ് ഇത്, ഹൈദരാബാദി ബിരിയാണിയുടെ സ്റ്റൈലില്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഏതെങ്കിലും റെസിപ്പീസ് കാണിക്കണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.